ഞാൻ നിങ്ങൾക്കൊരു വീടിനെ കുറിച്ച് പറഞ്ഞു തരാം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു ഒരു വീടിനെ കുറിച്ച് പറയുകയാണ്. ഒരു വീടിനെ കുറിച്ച് പറയുകയാ. ആ വീട് പോലെ നിങ്ങളുടെ വീടുമാകണ്ടേ, ആ വീടും നിങ്ങളുടെ വീട് പോലെയാകണ്ടേ. ഏത് വീടാണെന്നറിയുമോ? മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട പൊന്നാര മകനായ അനസ് റളിയല്ലാഹു തആല അൻഹു വാപ്പയും മകനും കൂടെ നബി തങ്ങളുടെ മുമ്പിൽ പോയതാണ് നിസ്കരിക്കാൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ പോയതാണ് നിസ്കരിക്കാൻ. കാണുന്നില്ലടോ, വരണ്ട സമയം കഴിഞ്ഞു. തന്റെ മകനെയും ഭർത്താവും പള്ളിയിൽ പോയിട്ട് കാണാതെ വന്നപ്പോ അതാ ഭാര്യയായ ഉമ്മു ഭർത്താവിനെ കാണാതെ വന്നപ്പോ ടെൻഷൻ അടിച്ചിട്ട് വീടിന്റെ വാതിലിൽ കാത്തു നിൽക്കുകയാ. തന്റെ ഭർത്താവിനെ കാണാതെ വന്നപ്പോ ടെൻഷൻ അടിച്ചിട്ട് കാത്തു നിൽക്കുകയാണ്. അതാ വരുന്നു തന്റെ പ്രിയപ്പെട്ട ഭർത്താവും പൊന്നുമോനും ഈന്തപ്പന മരങ്ങളുടെ നടുവിലൂടെ ഇങ്ങനെ നടന്നു വരുന്നത് കാണുമ്പോ ഉമ്മു സുലൈമിന് സമാധാനമായി. സ്വാലിഹത്തായ ഭാര്യ അങ്ങനെയാണ്. അവള് ഭർത്താവിനെ കാത്തു നിൽക്കുമ്പോഴോ അതാ തന്റെ മകനും ഭർത്താവും നടന്ന് വീടിന്റെ മുമ്പിലേക്ക് വരുമ്പോ മൂന്നാമതൊരു മനുഷ്യനെ കൂടെ കാണുകയാ. മൂന്നാമതൊരാളെ കൂടെ കാണുകയാ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു വീടിന്റെ അകത്തേക്ക് കയറി വന്നു. ഉമ്മു സുലൈം ചോദിക്കുന്നു, ആരാ കൂടെ? ഒരു മനുഷ്യനുണ്ടല്ലോ, ആരാണ് കൂടെ വന്നത്? ഉമ്മു സുലൈമേ നിസ്കാരം കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, സ്വഹാബാ ഒരു യാത്രക്കാരനുണ്ട് സ്വഹാബാ, ഒരു നേരത്തെ ആഹാരം ആരാണ് കൊടുക്കുന്നത്? ലബ്ബൈക യാ റസൂലല്ലാഹ്, ഞാൻ കൊടുക്കാൻ നബിയേ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞു വിളിച്ചു കൊണ്ടുവന്ന മനുഷ്യനാണ്. ഇതങ്ങ് പറയുമ്പോ ഉമ്മു സുലൈമിന്റെ മുഖമങ്ങ് വാടുകയാണ്. പടച്ചവനെ, ഈ വീടിന്റെ അകത്ത് അല്പ ഭക്ഷണം മാത്രമേ ഉള്ളൂ, ഒരല്പ ഭക്ഷണം മാത്രമേ ഈ വീടിന്റെ അകത്തുള്ളൂ. നമ്മൾ രണ്ടുപേരും ഇന്ന് കഴിക്കാതെ ഇരുന്നാൽ നമ്മുടെ മകന് വയറ് നിറച്ച് കഴിക്കാനുള്ള ഭക്ഷണമേ ഉള്ളൂ. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ കൊണ്ടുവന്ന മനുഷ്യന് ഭക്ഷണം കൊടുക്കുന്നത്? പടച്ചവനെ, ഉമ്മു സുലൈമിന്റെ മറുപടി കേൾക്കുമ്പോ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന് സങ്കടമാവുകയാണ്. ഇനി എന്തു ചെയ്യും പടച്ചവന്? വാപ്പയും ഉമ്മയും കൂടെ റൂമിന്റെ അകത്തിരിക്കുമ്പോ അനസ് എന്ന് പറയുന്ന പൊന്നാര മകൻ ഓടി വരികയാണ്. എന്തേ ഉമ്മ, മോനെ, നിനക്ക് കഴിക്കാനുള്ള ഭക്ഷണമേ എന്ന് വീട്ടിലുള്ളൂ. ഈ വന്ന മനുഷ്യന് കഴിക്കാൻ ഭക്ഷണമില്ല. അങ്ങനെ വാപ്പയും ഉമ്മയും മകനും കൂടെ അടുക്കളയിലിരുന്ന് കരയുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അപ്പോഴാണ് സ്വാലിഹത്തായ പെണ്ണായ ഉമ്മു സുലൈം ഭർത്താവിനോടും മകനോടും പറയുകയാണ്, ഞാനൊരു ഐഡിയ പറഞ്ഞു തരാ, ഞാനൊരു വഴി പറഞ്ഞു തരാ. എന്താണ് വഴി എന്നറിയുമോ? ഈ ഭക്ഷണം മുഴുവനും ഒരു പാത്രത്തിലിടാ, എന്നിട്ട് നിങ്ങൾ 3 പേരും കൂടെ ഒരുമിച്ച് കഴിക്കാനിരിക്കണം. ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോ ഉമ്മാന്റെ പൊന്നുമോൻ എന്ത് ചെയ്യണമെന്നറിയോ? ഉമ്മാടെ പൊന്നുമോൻ എന്ത് ചെയ്യണമെന്നറിയുമോ? അടുത്തു വെച്ചിരിക്കുന്ന വിളക്കങ്ങ് തട്ടി അണയ്ക്കണേ മോനെ. എന്നിട്ട് എന്റെ മകൻ ഭക്ഷണം കഴിക്കരുത്. ഭർത്താവിനോട് പറയുന്നു, നിങ്ങളും കഴിക്കരുത്. നിങ്ങൾ രണ്ടുപേരും കഴിക്കുന്നത് പോലെ അഭിനയിച്ചാ മതി. ആ പാവപ്പെട്ടവൻ കഴിക്കട്ടെ. അല്ലാഹുവേ, കുടുംബം തീരുമാനമെടുക്കുകയാണ്, ഗൂഢാലോചന നടത്തുകയാണ്. അവസാനം ഭക്ഷണം എടുത്തു വെച്ചു. 3 പേരും കൂടെ കഴിക്കാനിരുന്നു. അനസ് എന്ന് പറയുന്ന പൊന്നുമകന് കഴിച്ചിട്ട് ദിവസങ്ങളായി, വയറ് നിറച്ചു ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. ആ പൊന്നുമകന് നല്ല വിശപ്പുണ്ട്. ഭക്ഷണം മുന്നിലിരിക്കുകയാ. ഉമ്മാടെ മുഖത്ത് നോക്കുകയാ, ഉമ്മയുടെ മുഖത്ത് നോക്കുകയാ. പടച്ചവനെ, ഉമ്മ പറയുന്നതനുസരിക്കുന്ന പൊന്നുമോനുണ്ടല്ലോ, ഉമ്മ പറഞ്ഞതുപോലെ വിളക്കണയ്ക്കുകയാ. വാരി തിന്നാൽ ആരും അറിയില്ല. ആയിരറ്റത്ത് ഭക്ഷണം കഴിച്ചാൽ ഉമ്മയറിയില്ല, ഉപ്പയറിയില്ല. എന്നാലും ഉമ്മ പറഞ്ഞതാണല്ലോ. അനസ് എന്ന് പറയുന്ന മകനും വാപ്പയും കൂടെ പടച്ചവനെ അഭിനയിക്കുകയാണ്. റബ്ബേ
റബ്ബേ, ഒന്നും അറിയാതെ വീട്ടിൽ വന്ന യാത്രക്കാരൻ ഭക്ഷണം കഴിച്ചു. അൽഹംദുലില്ലാഹ് ചെയ്തിട്ട് അവിടെ ഇറങ്ങി പോവുകയാ. അന്ന് രാത്രി അവര് 3 പേരും പട്ടിണി കിടന്നടോ. ആ വാപ്പയും ആ മകനും ആ ഉമ്മയും ആരും പരാതി പറഞ്ഞില്ല. അനസ് പോലും ചോദിച്ചില്ല, ഉമ്മ എനിക്ക് തന്നില്ലല്ലോ ഉമ്മ. അവര് 3 പേരും പരസ്പരം മിണ്ടാതെ പരാതി പറയാതെ ശമിച്ച് കിടന്നുറങ്ങുകയാ. വെളുപ്പാങ്കാലത്ത് പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിച്ചു. അതാ അബൂ തൽഹ ചാടി എഴുന്നേറ്റിട്ട് പറയുന്ന, ഉമ്മ സുലൈം, മോനെ വിളിച്ചുണർത്തും ഉമ്മ സുലൈം, നിസ്കരിക്കാ പള്ളിയിൽ പോകണം ഉമ്മ സുലൈം. അല്ലാഹുവേ, തന്റെ പൊന്നാര മകനെ വിളിച്ചുണർത്തുകയാണ്. വാപ്പാ, എനിക്ക് നടക്കാൻ വയ്യ വാപ്പാ. ഉപ്പാടെ ചുമലിൽ കേറുമോനെ. അതാ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ കടന്നു തന്നു. സുബഹി നമസ്കാരം കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ഐന അബൂ തൽഹ, എവിടെ അബൂ തൽഹ, എവിടെ അബൂ തൽഹ, എവിടെ? ലബ്ബൈക യാ റസൂലല്ലാഹ്, ഞാനിവിടെയുണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, അബൂ തൽഹ, വിളക്കണച്ചിട്ട് നടത്തിയ വിരുന്നുണ്ടല്ലോ, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടു. അബൂ തൽഹ, അബൂ തൽഹ റളിയല്ലാഹു തആല ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ആരുമറിയാതെ എന്റെ വീടിനകത്ത് നടന്ന രഹസ്യം അങ്ങനെ അറിഞ്ഞു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അബൂ തൽഹ, ജിബ്രീൽ വന്നു. പരിശുദ്ധമായ ഖുർആനിൽ ആയത്തിറങ്ങി. നിന്റെ വീടിനെ കുറിച്ച് നീ പട്ടിണി കിടന്നിട്ട് ഒരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തപ്പോ ജിബ്രീൽ ഖുർആനിന്റെ ആയത്തുമായി വന്നു. വല്ലദീന തബവ്വഉ الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة. ഇന്നലെ ഖുർആനിൽ ആയത്തിറങ്ങി. തൽഹ, നിന്റെ വീടിനെ കുറിച്ച് ഖുർആനിൽ ആയത്തിറങ്ങി. എന്നിട്ട് നബി തങ്ങൾ പറയുകയാ, സുബഹി വരെ തിരക്കായിരുന്നു, സുബഹി വരെ തിരക്കായിരുന്നു. ആകാശലോകത്ത് നിന്നും മലക്കുകൾ ഇറങ്ങി വന്നു. തൽഹ, സദക്ക കൊടുത്തിട്ട് കിടക്കുന്ന നിന്റെ വീട് കാണാ. ആകാശലോകത്ത് നിന്നും മലക്കുകൾ ഇറങ്ങി വന്നെന്ന് നബിതങ്ങൾ പഠിപ്പിക്കുമ്പോ ഈ സദസ്സിലിരിക്കുന്ന ഓരോ കുട്ടികളുടെയും ആഗ്രഹം അത് തന്നെയാണ്. ഈ വഅദ് കേൾക്കാൻ പെയ്യുന്ന മഴയ്ക്കകത്ത് പടച്ചവനെ കഷ്ടപ്പെട്ടുകൊണ്ട് വഅദ് കേൾക്കാൻ വന്നിരിക്കുന്ന ഉമ്മയുടെ ആഗ്രഹം എന്തെന്നറിയുമോ? അല്ലാഹുവേ, ഈ നന്മയ്ക്ക് പകരം നീ എനിക്ക് സ്വർഗ്ഗം തരണേ തമ്പുരാന്. നമുക്ക് സ്വർഗ്ഗത്തോട് വല്ലാത്ത ആഗ്രഹമാണ്. ആ സ്വർഗ്ഗത്തിൽ പോകാൻ നമ്മൾ കഷ്ടപ്പെടുന്നവരാ, ദുആ ചെയ്യുന്നവരാ, പരിശ്രമിക്കുന്നവരാ. എന്ത് കാര്യം ചെയ്താലും ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞാലും നമ്മൾ ചോദിക്കുന്നത് ഇതിന് പകരം നീ സ്വർഗ്ഗം തരണേ അല്ലാഹ്. നമ്മൾ പടച്ചവനോട് സ്വർഗ്ഗം ചോദിക്കുന്നവരാ. എന്നാൽ ഈ വഅദ് കേൾക്കാൻ ഈ പള്ളിയുടെ ഉദ്ഘാടനം കഴിഞ്ഞ് പടച്ചവനെ 3 വഖത്ത് നമസ്കാരം കഴിഞ്ഞല്ലോ. ഈ പള്ളിയുടെ മുമ്പിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മന്നസിനാ അലൈഹി അർബഅതു ഖൈറാ വജബതു ലഹുൽ ജന്നാ. മുത്തുനബി എവിടെന്ന് പറയുകയാണ്, ഈ സദസ്സിലിരിക്കുന്ന ഒരാൾക്ക് സ്വർഗമുണ്ടെന്നല്ല, സ്വർഗത്തിൽ പോകുമെന്നല്ല, സ്വർഗം കിട്ടുമെന്നല്ല. നബി തങ്ങൾ പറയുന്നു, ഈ സദസ്സിലിരിക്കുന്ന ഒരാൾക്ക് സ്വർഗം നിർബന്ധമാ. ഈ സദസ്സിലിരിക്കുന്ന ഒരാൾക്ക് സ്വർഗം നിർബന്ധമാ. ആ സ്വർഗം നിർബന്ധമായ മനുഷ്യനാരാ? പ്രായമുള്ള ഉപ്പയോട്, എൻ്റെ ഉമ്മയോട്, എൻ്റെ ചെറുപ്പക്കാരോട്, സഹോദരിമാരോട്, മക്കളെ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗം നിർബന്ധമായ അടിമയാരാണെന്നറിയുമോ? ഇന്ന്
ഇന്ന് രാവിലെ പടച്ചവനെ പള്ളി ഉദ്ഘാടനമാണെന്നറിഞ്ഞപ്പോ വിദേശത്ത് കിടന്ന് കഷ്ടപ്പെടുന്ന എന്റെ പ്രിയപ്പെട്ടവർ ടിക്കറ്റ് എടുത്ത് ഉദ്ഘാടനത്തിന് കടന്നു വന്നല്ലോ. മക്കളെ, സ്വർഗം ആർക്കുള്ളതാണെന്നറിയുമോ? സ്വർഗം നിർബന്ധമായ മനുഷ്യനാരാണെന്നറിയുമോ? അതിനുവേണ്ടി പരിശ്രമിക്കുക ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ സ്വർഗത്തെ കുറിച്ച് പഠിക്കേ, മനസ്സിലാക്ക്. പടച്ചവനെ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ. ലഹും ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ച റബ്ബിന്റെ സ്വർഗമുണ്ടല്ലോ. ആഗ്രഹിക്കണം ചെറുപ്പക്കാരാ. സ്വർഗത്തിൽ എല്ലാവർക്കും 33 വയസ്സേ ഉള്ളൂ. അവിടെ പ്രായമുള്ളവരില്ല, പടച്ചവനെ കുട്ടികളില്ല. എല്ലാവർക്കും 33 വയസ്സാണ്. ആണിനും പെണ്ണിനും 33 വയസ്സാണ്. അവിടെ കറുത്തവരില്ല, ഇരുനിറമുള്ളവരില്ല, ഗ്ലാമർ കൂടിയവരില്ല, ഗ്ലാമർ കുറഞ്ഞവരില്ല. അവിടെ എല്ലാവർക്കും ആരുടെ സൗന്ദര്യമാണെന്നറിയുമോ? പടച്ചവനെ, നമ്മൾ പലരെയും സൗന്ദര്യം കണ്ട് അത്ഭുതപ്പെടാറുണ്ടല്ലോ. ഐശ്വര്യ റായിക്ക് വല്ലാത്ത ഗ്ലാമറാണെന്ന് പറയുന്നവരാ. സാക്ഷാൽ മമ്മൂട്ടിക്ക് വല്ലാത്ത ഗ്ലാമറാണെന്ന് പറയുന്നവരാ. എന്നാ ചെറുപ്പക്കാരാ, അതൊന്നും ഒരു ഗ്ലാമറല്ലടാ. ഗ്ലാമർ ആരുടെ ഗ്ലാമറാണെന്നറിയുമോ? ഈജിപ്തിലെ കൊട്ടാരത്തിലെ പെണ്ണുങ്ങളുണ്ടല്ലോ. യൂസുഫ് എന്ന് പറയുന്ന ഇങ്ങനെ കൊട്ടാരത്തിന്റെ ഉള്ളിലൂടെ നടന്നു പോകുമ്പോ, യൂസുഫ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കൊട്ടാരത്തിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടന്നു പോയപ്പോ, ആപ്പിള് മുറിച്ചുകൊണ്ടിരുന്ന പെണ്ണുങ്ങള് അവരുടെ കയ്യിലിരുന്ന കത്തി കൊണ്ട് അറിയാതെ കൈവിരൽ പോലും മുറിക്കുകയാ. യൂസുഫ് നബി അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാം ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൗന്ദര്യത്തിന്റെ പടച്ചവന് സൗന്ദര്യത്തിന്റെ നേർ പകുതി അല്ലാഹു കൊടുത്തത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. സൗന്ദര്യത്തിന്റെ നേർ പകുതി അല്ലാഹു കൊടുത്തത് നബി തങ്ങൾക്കാണ്. പിന്നെ ഒരു പകുതി ഉണ്ടായിരുന്നു. ആ പകുതിയിൽ അല്ലാഹുവേ, ആ പകുതിയിൽ നിന്ന് പകുതി കൊടുത്തത് യൂസുഫ് നബി അലൈഹിസ്സലാമിനാ. പിന്നെ ഉണ്ടായിരുന്നതൊരു കാലാണ്. ആ കാലാണ് ലോകത്തുള്ള സർവർക്കും അല്ലാഹു കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ യൂസുഫ് നബിയുടെ ഗ്ലാമർ ഒന്ന് ചിന്തിച്ചു നോക്ക്. ആ യൂസുഫ് നബിയുടെ സൗന്ദര്യമാണ് സ്വർഗത്തിൽ കടന്നു പോകുന്ന സ്വർഗവാസിക്കുള്ളത്. എല്ലാവർക്കും യൂസുഫ് നബിയുടെ ഗ്ലാമറാണ്. അവിടെ കഷ്ടപ്പാടില്ല, ദുരിതമില്ല, പ്രയാസമില്ല. അവിടെ നിസ്കരിക്കണ്ട, നോമ്പ് പിടിക്കണ്ട, സദക്ക കൊടുക്കണ്ട, വഅദ് പറയണ്ട, വഅദ് കേൾക്കണ്ട. പടച്ചവനെ, ഒരാളും എന്തിനാണ് നീ അത് ചെയ്തതെന്ന് ചോദിക്കാറില്ല. ഇഷ്ടമുള്ളത് തിന്നാ, കുടിക്കാം, ആസ്വദിക്കാം. കഷ്ടപ്പെടേണ്ട കാര്യമില്ല. പടച്ചവനെ, കുടുംബത്തെ പോറ്റേണ്ട കാര്യമില്ല. പെങ്ങളെ, അടുക്കള ജോലി ചെയ്യണ്ട, ഭർത്താവിന്റെ വസ്ത്രം കഴുകണ്ട, മക്കളെ നോക്കണ്ട, വീട് തൂക്കണ്ട. ഒരു കഷ്ടപ്പാടും നിനക്കില്ല. എല്ലാത്തിനും അല്ലാഹു അതിനകത്ത് ആള് വെച്ചിരിക്കുകയാണ്. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, താരാട്ടുപാടാൻ തോഴിമാർ പലരുണ്ട്, കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട്. മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്. അതിലേക്കും നീയൊരു പാസുദാ മന്നാനേ, അതു നിന്റെ പക്കൽ മാത്രമാഹന്നാനേ. ചെറുപ്പക്കാരാ, ഒരു ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചാൽ അത് നിന്റെ കണ്ണിന്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. അവിടെ കഷ്ടപ്പാടില്ല, ഒരു കഷ്ടപ്പാടുമില്ല സഹോദരാ. അവിടെ രോഗങ്ങളില്ല, പടച്ചവനെ ദുർഗന്ധമില്ല, അവിടെ പകർച്ചവ്യാധികളില്ല. അല്ലാഹുവിന്റെ സ്വർഗമെന്ന് പറഞ്ഞാൽ അതാണ്. ആ സ്വർഗമല്ലേ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത്. ആ സ്വർഗത്തിന്റെ അവകാശിയായ ഒരു മനുഷ്യനെ ഞാൻ പറഞ്ഞു തരാം. ആ
സ്വർഗത്തിലേക്ക് പോകുന്ന ഒരാണ് ഈ സദസ്സിലിരിക്കുന്നുണ്ട്. പെങ്ങള് പെയ്യുന്ന മഴയ്ക്കകത്ത് കഷ്ടപ്പെട്ടുകൊണ്ട് വയല് കേൾക്കാമെന്ന ഉമ്മയോട് പറയുകയാ, ഉമ്മ നിങ്ങളിൽ ഒരാൾക്ക് സ്വർഗം നിർബന്ധമാ, നിങ്ങളിൽ ഒരാൾക്ക് സ്വർഗം നിർബന്ധമാ. അല്ലാഹുവേ ആ ഒരാളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. ഈ സദസ്സിലിരിക്കുന്ന ഒരാൾക്ക് സ്വർഗം നിർബന്ധമാ. അല്ലാഹു ആ ഒരാളിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അല്ലാഹു ആ ഒരാളിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. ഫാനും തിരിച്ചു വീട. അല്ലാഹു ആ ഒരാളിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അപ്പൊ ആ ഒരാളാരാ? ആ ഒരാളാരാ? ഈ സദസ്സിലിരിക്കുന്ന നമ്മളിൽ ഒരാൾക്ക് സ്വർഗം നിർബന്ധമാ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരാള് നിങ്ങളെല്ലാവരും കൂടെ ഒരാളെ കാണിച്ചിട്ട് പറയുന്നു ഓൻ നല്ലവന എന്ന് പറയുന്നവനല്ല. നിങ്ങളെല്ലാവരും ഒരാളെ നോക്കിയിട്ട് പറയുന്നു ആ മനുഷ്യൻ നല്ലവനാ, ആ നല്ലവനാണെന്ന് പറയുന്ന മനുഷ്യനല്ല. പിന്നെ ആർക്കാണ് സ്വർഗം നിർബന്ധമാകുന്നത്? നാളെ മരിച്ച് അള്ളാഹുവിന്റെ കോടതിയിൽ ചെല്ലുമ്പോൾ ഒരാളെ കുറിച്ച് 4 പേര് ഇവൻ നല്ലവനാണ് പടച്ചവനെ എന്ന് പറയുന്നവന് സ്വർഗം നിർബന്ധമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറഞ്ഞു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ ചെല്ലുമ്പോ ഒരാളെ നോക്കിയിട്ട് പറയുന്നു. എത്ര പേര്? 4 പേര്. 4 പേര് ഒരാളെ നോക്കിയിട്ട് പറയുന്നു, പടച്ചവൻ ഇവൻ നല്ലവനാണ് തമ്പുരാനെ, ഇവള് നല്ലവളാണ് പടച്ചവനെ എന്ന് ഒരാളെ കുറിച്ച് 4 പേര് പറഞ്ഞാൽ അവന് സ്വർഗമുണ്ട്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എത്ര പേര് പറയണം? എത്ര പേര് പറയണം? പറയട, എത്ര പേര് പറയണം? 4 പേര് പറഞ്ഞാൽ സ്വർഗം കിട്ടും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. പറയോ? നിങ്ങളെ കുറിച്ച് പറയോ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? എടോ, നിങ്ങൾ മരിച്ച നാൾ അല്ലാഹുവിന്റെ മുമ്പിൽ ചെല്ലുമ്പോ നിങ്ങളെ കുറിച്ച് 4 പേര് പറയുമോ നിങ്ങൾ നല്ലവരാണെന്ന്? പറയോ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? 4 ലക്ഷം പേരല്ല, 4 പേര് പറഞ്ഞാൽ മതി നീ നല്ലവനാണെന്ന്. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ചിലരൊക്കെ ചിരിക്കുന്നുണ്ട്. അതിപ്പോ ആരെങ്കിലുമൊക്കെ ഉണ്ടപ്പോ 4 പേര് പറഞ്ഞ സ്വർഗം കിട്ടുമെങ്കിൽ ഞാൻ സ്വർഗത്തിന്റെ അവകാശിയാന്ന് ഇപ്പോഴേ തീരുമാനിച്ചു. ഏതെങ്കിലും 4 പേര് പറഞ്ഞിട്ട് കാര്യമില്ല. ഏതെങ്കിലും 4 പേര് പറഞ്ഞാൽ സ്വർഗം കിട്ടോ? ഇല്ല. ഏതെങ്കിലും 4 പേര് പറഞ്ഞിട്ട് കാര്യമില്ല. പെങ്ങളെ, പറയേണ്ടവര് പറയണം. പെങ്ങളെ, വാപ്പമാരേ, കള്ള് കുടിച്ച് കഞ്ചാവടിച്ച് നടക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ നീ നല്ലവനാണെന്ന് പറഞ്ഞാ നിനക്ക് സ്വർഗം കിട്ടൂല. നീ നല്ലവനാണെന്ന് നിങ്ങളുടെ മഹല്ലിലെ ഇമാമ് നീ നല്ലവനാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ സ്വർഗം കിട്ടണമെന്നില്ല. നിങ്ങളുടെ ജമാഅത്തിന്റെ പ്രസിഡന്റ് പറയുകയാണ് നീ നല്ലവനാണെന്ന് പറഞ്ഞാ സ്വർഗം കിട്ടണമെന്നില്ല. എന്റെ വഴുത് കേൾക്കാമെന്ന് പെങ്ങള്, കുടുംബത്തിലെ പെണ്ണുങ്ങൾ പറയുകയാണ് അവള് നല്ലവളാണ്, അവള് നല്ലവളാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ സ്വർഗം കിട്ടണമെന്നില്ല. പിന്നെ ആരാണ് പറയേണ്ടത്? പറയേണ്ടത് 4 പേരാണ്. ആ 4 പേര് പടച്ചവനെ ഏതെങ്കിലും 4 പേരല്ല, നീയുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള 4 പേരാണ് പറയേണ്ടത്. ആ 4 പേരെ കൊണ്ടാണ് നമ്മൾ പറയിപ്പിക്കേണ്ടത്. അല്ലാഹുവേ, അങ്ങനെ പറയുന്നവരിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. അതുകൊണ്ട് എല്ലാവരും നല്ലതുപോലെ കേൾക്കണേ. ആ 4 പേരാരാണെന്നറിയുമോ? ആ 4 പേരാരാണെന്നറിയുമോ? എന്ത് വേണമെങ്കിലും ചെയ്യ ചെറുപ്പക്കാരാ. വസ്തു വാങ്ങിക്കൊടുക്കണോ? വീട് വെച്ച് കൊടുക്കണോ? സ്വർണം വാങ്ങിക്കൊടുക്കണോ? കാറെടുത്ത് കൊടുക്കണോ? മക്കളെ, എന്ത് ചെയ്തിട്ടാണെങ്കിലും കുഴപ്പമില്ല. അല്ലാഹുവേ, 4 പേരെ റെഡിയാക്കി നിർത്തണേ. നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ വരുമ്പോ നിന്നെ കുറിച്ച് നല്ലത് പറയാൻ, നിനക്ക് വേണ്ടി സാക്ഷി പറയാൻ. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനൂ ശുഹദാ അലന്നാസ് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നല്ലോ. അതുകൊണ്ട് 4 പേരെ റെഡിയാക്കണേ. ആ 4 പേരിൽ ഒന്നാമത്തെ മനുഷ്യനാരാ? ആ 4
4 പേരിൽ ഒന്നാമത്തെ ആളാരാ? പടച്ചവനെ നമ്മളെ കുറിച്ച് നല്ലത് പറയേണ്ട ഒന്നാമത്തെ ആളാരെന്നറിയുമോ? പഠിക്കണേ ചെറുപ്പക്കാരാ, അമ്മമാരെ പഠിക്കണേ, എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് പഠിക്കാം. ഒന്നാമതാരാണ് നമ്മളെ കുറിച്ച് നല്ലത് പറയേണ്ടത്? എപ്പോഴാണ് പറയേണ്ടത്? പടച്ചവനെ ഈ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഒരു ദിവസം വിളിച്ചു പറയുകയാ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നീ മരണപ്പെട്ടു പോയെന്ന് വിളിച്ചു പറയുന്ന ദിവസമുണ്ടല്ലോ, നാട്ടുകാര് മുഴുവനും നിന്റെ വീട്ടിലേക്ക് ഓടുകയാണ്, ടാർപ്പ് കെട്ടുകയാണ്, കസേര നിരത്തുകയാണ്. അല്ലാഹുവേ, പലരും വന്ന് വീടിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ്. ഖബർ കുടിക്കണം, പടച്ചവനെ കഫം തുണി വാങ്ങണം, വല്ലാത്ത തിരക്കാ. അന്ന് വിളിക്കാതെ തന്നെ ജനങ്ങൾ മുഴുവനും വീട്ടിൽ വരുന്ന ദിവസമാ. വീടിന്റെ സൈഡിൽ വലിയ പാത്രത്തിനകത്ത് വെള്ളം തിളപ്പിക്കുകയാണ്, നിന്നെ കുളിപ്പിക്കാനുള്ള സ്ഥലമൊരുക്കുകയാണ്. താങ്ങിയെടുത്തു കൊണ്ടുപോയി മലർത്തി കിടത്തിയിട്ട് വസ്ത്രങ്ങൾ മുഴുവനും അടിച്ചു മാറ്റുകയാണ്. അല്ലാഹുവേ, നജസ്സുകൾ മുഴുവനും കഴുകി ശുദ്ധമാക്കുകയാ. നഖത്തിനടിയിൽ അഴുക്കുകൾ പോലും എടുത്തു കളയുകയാണ്. എന്നിട്ട് നിന്നെ നല്ലതുപോലെ സുഗന്ധമെല്ലാം നല്ലതുപോലെ എവിടെ നിന്ന് കുളിപ്പിക്കുകയാണ്. എന്നിട്ട് സുഗന്ധമിട്ട വെള്ളം അങ്ങൊഴിക്കുകയാണ്. പടച്ചവനെ നല്ലതുപോലെ ഉളുവെടുപ്പിക്കുകയാണ്. എന്നിട്ട് നല്ല വൃത്തിയായി തുടച്ച് നിന്നെ ശുദ്ധിയാക്കുകയാണ്. എന്നിട്ട് നിന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ധരിക്കാത്ത കഫം തുണിയുണ്ടല്ലോ, ആ വെള്ളത്തുണിക്കകത്ത് നിന്നെ പൊതിയുകയാ. എന്നിട്ട് വീടിന്റെ ആ റൂമിന്റെ പുറത്തിറങ്ങിയിട്ട് അവിടെ നിന്ന് വിളിച്ചു പറയുന്നു, എല്ലാവരും ഒന്ന് മാറി നിൽക്കാൻ, എല്ലാവരും ഒന്ന് മാറി നിൽക്കാൻ. അതാ എല്ലാവരും അനുസരണയോടെ മാറുകയാണ്. എത്ര തിരക്കാണെങ്കിലും എല്ലാവരും മാറി നിൽക്കുകയാണ്. അതാ 6 പേര് കൈയിങ്ങനെ കോർത്തു പിടിച്ച് നിന്നെ എടുത്തുകൊണ്ട് വന്ന് വിരിച്ചിട്ടിരിക്കുന്ന 3 കഷ്ടം തുണിയുടെ മുകളിൽ മലർത്തി കിടത്തുകയാ. റബ്ബേ, നിന്റെ വീട്ടിൽ ഇതുപോലെ ഒരിക്കലും ജനം കൂടിയിട്ടില്ല. അവിടെ ആണെന്നില്ല, പെണ്ണെന്നില്ല, മതവിശ്വാസികളും അമുസ്ലിമീങ്ങളും എല്ലാവരും വന്നിട്ടുണ്ട്. കുടുംബക്കാരുണ്ട്, നാട്ടുകാരുണ്ട്, അയൽവാസിയുണ്ട്, കൂടെ പഠിച്ചവരുണ്ട്. ആർക്കും പരാതിയില്ല, വിളിച്ചില്ല എന്ന്. അങ്ങനെ എല്ലാവരും നിന്റെ മയ്യത്തിന്റെ ചാരത്തിങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോ ആരോ ഒരാള് ചോദിക്കുന്നു, എവിടെ ആ സുഗന്ധം തേച്ച പഞ്ഞി എവിടെ? എന്തിനാണ് പഞ്ഞി തിരക്കുന്നതെന്നറിയുമോ ചെറുപ്പക്കാരാ? മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. കാണേണ്ടവരൊക്കെ കണ്ടോ, കാണേണ്ടവരൊക്കെ കണ്ടോ, ഇതാ പുതിയ പോകുകയാണ്, ഇതാ പുതിയ പോകുകയാണ്. എല്ലാവരും നിന്നെ ജീവിതത്തിൽ അവസാനമായിട്ടൊന്ന് കാണുന്നതിന് വേണ്ടി തിരക്ക് കൂട്ടിയപ്പോ ആരോ വിളിച്ചു പറയുന്നു, കണ്ടതൊക്കെ മതി പൊതിയാൻ. അവിടെ നിന്ന് പൊതിയുകയാണ്. നിങ്ങളുടെ പള്ളിയിൽ നിന്ന് വീടിന്റെ മുമ്പിൽ ഒരു വാഹനം ഫ്രീ ആയിട്ട് വന്നിരിക്കുകയാണ്. കേറാത്ത വീടില്ലടോ. ഏത് കൊട്ടാരത്തിലും കയറി വരുന്ന വാഹനമാണ്, ഏത് പണക്കാരന്റെയും വീട്ടിലേക്ക് കടന്നു വരുന്ന വാഹനമാണ്. പടച്ചവനെ, മോഡലിന് വ്യത്യാസമൊന്നുമില്ല. അതാ ഓരോ വർഷം കഴിയുമ്പോഴും പടച്ചവനെ വാഹനങ്ങൾ വ്യത്യാസം വരാറുണ്ടല്ലോ. മയ്യത്ത് കെട്ടിലെന്ന് പറയുന്ന വാഹനത്തിന് വ്യത്യാസമൊന്നുമില്ല. ടാക്സ് വേണ്ട, നമ്പർ വേണ്ട, ഇൻഷുറൻസ് വേണ്ട, പെട്രോൾ വേണ്ട, ഡീസൽ വേണ്ട, ഡ്രൈവർ വേണ്ട, ഫ്രീ സർവീസ് മോനെ. വീടിന്റെ മുറ്റത്ത് കൊണ്ടുവച്ചിരിക്കുകയാണ്, അതിലേക്ക് എടുത്തങ്ങ് കിടത്തുകയാണ്. 6 പേര് ചുമന്നുകൊണ്ട് പള്ളിയിലേക്ക് കൊണ്ടുവരികയാണ്. അല്ലാഹുവേ,
മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു 6 അടി മണ്ണിലേക്ക് ഇറക്കി വെക്കുകയാണ്. പടച്ചവനെ, പിന്നെ അങ്ങോട്ടുള്ള ജീവിതത്തിലാണ് നിന്നെ കുറിച്ച് പറയേണ്ടത്. ആ പറയേണ്ട ഒന്നാമത്തെ ആളാരെന്നറിയുമോ? നമുക്ക് ചരിത്രമൊന്ന് വായിച്ചു നോക്കാം. നമ്മളെ കുറിച്ച് നല്ലത് പറയേണ്ട ഒന്നാമത്തെ ആളാരാ? എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ സാബിത്ത് ബിൻ അസ്ലം റളിയല്ലാഹു തആല അൻഹു. ലോകമറിയുന്ന പണ്ഡിതനാണ് സാബിത്ത് ബിൻ അസ്ലം റളിയല്ലാഹു തആല അൻഹു. മഹാനവറുകളെ പടച്ചവനെ ലോകത്തോട് വിട പറയുകയാ. സാബിത്ത് ബിൻ അസ്ലം എന്ന് പറയുന്ന മഹാനുണ്ടല്ലോ, ലോകത്തോട് വിട പറയുകയാണ്. പടച്ചവനെ, കാട്ടുതീ പടരുന്നത് പോലെ നാട് മുഴുവനും മരണവാർത്ത പടരുകയാണ്. എവിടെ നിന്നാണ് ജനം വന്നതെന്നറിയില്ല. മയ്യത്ത് കാണാനും നിസ്കരിക്കുവാനും എവിടെ ഇന്നോ ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും പടച്ചവനെ ജനങ്ങൾ കടന്നു വരികയാണ്. സാബിത്ത് ബിൻ അസ്ലം റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ കുളിപ്പിക്കുകയാണ്. പള്ളിയിൽ കൊണ്ടുപോയി നിസ്കരിക്കുകയാണ്. നമസ്കാരം കഴിഞ്ഞപ്പോ സാബിത്ത് ബിൻ അസ്ലം റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ കൊണ്ടുപോയി 6 അടി മണ്ണിലേക്ക് ഇറക്കി വെക്കുകയാണ്. മയ്യത്തടക്കാൻ വന്നവർ മുഴുവനും മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും തറത്തൻ ഉഖ്റാ. എല്ലാവരും ഖബറിലേക്ക് പിടിമണ്ണ് വാരിയിടുകയാ. അവിടെ നിന്ന് മയ്യത്തടക്കം കഴിഞ്ഞു, ജനാസ ഖബറടക്കി കഴിഞ്ഞു. എല്ലാവരും ദുആ ചെയ്തുകൊണ്ട് ഖബറിന്റെ ചാരത്ത് നിന്ന് മടങ്ങുകയാണ്. റബ്ബേ, ഒരുപാട് ദൂര സ്ഥലങ്ങളിൽ നിന്ന് ജനങ്ങൾ വന്നടോ. അതുകൊണ്ട് പള്ളിക്കകത്തൊക്കെ കിടന്നുറങ്ങാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. ആ നാട്ടുകാർ മുഴുവനും വീടുകളിൽ പോയി കിടന്നുറങ്ങുകയാണ്. ഒരുപാട് പേര് പള്ളിക്കകത്ത് കിടന്നുറങ്ങുന്നുണ്ട്. പടച്ചവനെ, എല്ലാവരും കിടന്നുറങ്ങി. സാബിത്ത് ബിൻ അസ്ലം റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ജീവിതത്തിന്റെ ഒന്നാമത്തെ രാത്രി കഴിഞ്ഞു. പിറ്റേ ദിവസം നേരം വെളുക്കുകയാ. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് അസ്വലാത്തു ഖൈറും മിനൻ നൗം. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുകയാണ്. എല്ലാവരും നമസ്കരിക്കാൻ പള്ളിയിലേക്ക് കടന്നു വന്നു. സുബഹി നമസ്കരിക്കുകയാണ്. ജമാഅത്തായി സുബഹി നമസ്കാരം കഴിഞ്ഞു. നമസ്കാരം കഴിഞ്ഞപ്പോ പള്ളിയുടെ പരിസരങ്ങളിൽ ജനങ്ങൾ ഇങ്ങനെ കൂടുകയാ. എന്നിട്ട് പലരും കൂടി നിന്നുകൊണ്ട് ചർച്ച ചെയ്യുകയാണ്. എന്താണ് പറയുന്നതെന്നറിയുമോ? എന്താണ് അവര് ചർച്ച? എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, മരണപ്പെട്ടു പോയ സാബിത്ത് ബിൻ അസ്ലം റളിയല്ലാഹു തആല അൻഹു, ആ മഹാനിനെ കുറിച്ചാണ് അവര് ചർച്ച ചെയ്യുന്നത്. പലരും പറയുകയാ, റഅയ്നാ സാബിതൻ യുസല്ലി ഫീ ഖബരിഹി. മഹാനായ സ്വന്തക്കാര് കൂട്ടുകാര് അവിടെ നിന്ന് സ്വപ്നം കണ്ടിരിക്കുകയാണ്. വല്ലാത്ത അത്ഭുതമായി. എന്തേ പടച്ചവന് ഖബറിനകത്തിരുന്ന് നിസ്കരിക്കുന്നത് കണ്ടല്ലോ അല്ലാ. അതിന്റെ കാരണം എന്താണെന്നറിയണമല്ലോ. അതുകൊണ്ട് സുബഹി നമസ്കാരത്തിന് പള്ളിയിൽ വന്ന ജനങ്ങൾ മുഴുവനും മഹാനായ സാബിത്ത് ബിൻ അസ്ലം റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാ. വീട്ടിൽ ചെല്ലുമ്പോ മഹാനവറുകളുടെ ഏറ്റവും ചെറിയ മകളുണ്ടല്ലോ, സാബിത്ത് ബിൻ അസ്ലം തങ്ങളുടെ മകളെ കാണുകയാ. അവിടെ നിന്ന് ചോദിക്കുന്നു, പൊന്നുമോളെ, നിന്റെ വാപ്പ ഖബറിനകത്തിരുന്ന് നിസ്കരിക്കുന്നതായി ഞങ്ങളൊക്കെ സ്വപ്നം കണ്ടു മോളെ. അഖ്ബിരീനാ അൻ നബീകി. നിന്റെ വാപ്പയെ കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ? നിന്റെ വാപ്പ ആരായിരുന്നു എന്നൊന്ന് പറഞ്ഞു തരുമോ? നിന്റെ വാപ്പയ്ക്ക് അല്ലാഹു ഇങ്ങനെ ഒരു ഭാഗ്യം കൊടുക്കാറ്. നിന്റെ വാപ്പ മരിച്ചപ്പോ ഈമാനുള്ള മരണം അത് വല്ലാത്ത പ്രകാശമായിരുന്നു. ചുണ്ടിന് വല്ലാത്ത പുഞ്ചിരിയായിരുന്നു. ശരീരത്തിന് വല്ലാത്ത സുഗന്ധമായിരുന്നു. എവിടെ നിന്നാണ് ജനം വന്നതെന്നറിയില്ല മോള്. 10,000 പങ്കെടുത്ത ജനാസ നമസ്കാരമായിരുന്നു. അതുകൊണ്ട് മോളെ, നിന്റെ വാപ്പ ഖബറിനകത്തിരുന്ന് നിസ്കരിക്കുന്നതായി ഞങ്ങളൊക്കെ സ്വപ്നം കണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിന്റെ വാപ്പയെ കുറിച്ചൊന്ന് പറഞ്ഞതാ മോളെ. മഹാനായ സാബിത്ത് ബിൻ അസ്ലം തങ്ങളോട്
ആ തങ്ങളുടെ പൊന്നുമോളോട് നാട്ടുകാർ മുഴുവനും വന്ന് ചോദിച്ചപ്പോ മഹാനവറുകളുടെ പൊന്നാര മകള് പറഞ്ഞ മറുപടി എന്താ? മരിച്ചുപോയ വാപ്പയെ കുറിച്ച് ചോദിച്ചപ്പോ മരിച്ചുപോയ വാപ്പയെ കുറിച്ച് ചോദിക്കുകയാണ്. വാപ്പയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു? വാപ്പയെ കുറിച്ച് പറയാനുള്ളത് എന്താണ്? ആ പൊന്നാര മകള് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഓർമ്മ വെച്ച കാലം മുതല് ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്നത് എന്നെ ആരും വിളിച്ചിട്ടല്ല. ഞാൻ എഴുന്നേക്കുന്നത്. പിന്നെ ഞാൻ എഴുന്നേക്കുന്നത് എങ്ങനെയെന്നറിയുമോ? എന്റെ ഉപ്പാന്റെ കരച്ചല് കേട്ടിട്ടാ. എന്റെ വാപ്പയുടെ കരച്ചലിന്റെ ശബ്ദം കേട്ടിട്ടാണ് ഞാൻ ഉറക്കത്തിൽ നിന്ന് എല്ലാ ദിവസവും വെളുപ്പാങ്കാലത്ത് എഴുന്നേക്കുന്നത്. എന്റെ ഉപ്പ കരയുകയാണ്. എന്തിനാണ് കരയുന്നതെന്നറിയുമോ? അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് കരയുകയാണ്. വെളുപ്പാങ്കാലത്ത് എന്റെ വാപ്പ പടച്ച റബ്ബിന്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്തിയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു ദുആയുണ്ട്. എന്താണ് ദുആ എന്നറിയുമോ? അല്ലാഹുമ്മ ഇൻ കുന്ത അഅതൈത അഹദൻ അസ്സലാത ഫീ ഖബരിഹി. അല്ലാഹുവേ, ഖബറിനകത്തിരുന്ന് നിസ്കരിക്കാൻ നീ ആർക്കെങ്കിലും അനുവാദം കൊടുക്കുന്നെങ്കിൽ ആ അനുവാദം എനിക്ക് തരണേ അല്ലാ. പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സാബിത്ത് ബിൻ അസ്ലം എന്ന് പറയുന്ന പിതാവ് അല്ലാഹുവോട് ദുആ ചെയ്യുന്ന ദുആയാണ്. അല്ലാഹുവേ, ഖബറിനകത്തിരുന്ന് നിസ്കരിക്കാൻ നീ ആർക്കെങ്കിലും അനുവാദം കൊടുക്കുന്നുണ്ടെങ്കിൽ ആ അനുവാദം എനിക്ക് തരണേ അല്ലാ എന്ന് ദുആ ചെയ്യുന്ന ആ കരച്ചലും ദുആയും കേട്ടാണ് എല്ലാ ദിവസവും ഞാൻ കണ്ണു തുറക്കുന്നതെന്ന് മഹാനായ സാബിത്ത് ബിൻ അസ്ലം തങ്ങളുടെ പൊന്നാര മകള് പറഞ്ഞു കൊടുക്കുമ്പോ ഇതൊരു മസ്ജിദിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് പള്ളിയുടെ മുമ്പിൽ ഒരുമിച്ച് കൂടിയ വാപ്പമാരെ, ഉമ്മമാരെ, നിനക്ക് അല്ലാഹുവിന്റെ സ്വർഗം നിർബന്ധമായ മനുഷ്യനാരാ? അല്ലാഹുവിന്റെ സ്വർഗം നിർബന്ധമായ മനുഷ്യനാരാ? ആ മനുഷ്യനെ കുറിച്ച് 4 പേര് നല്ലത് പറയണമെന്നാണ്. ആ 4 പേരിൽ ഒരാൾ ആരാണെന്നറിയുമോ? നാട്ടുകാരല്ല, കുടുംബക്കാരല്ല, മഹല്ലുകാരല്ല, ഉസ്താദന്മാരല്ല, നിന്റെ രക്തത്തിൽ പിറന്ന നിന്റെ മക്കളുണ്ടല്ലോ. നിന്റെ സ്വന്തം മക്കള് നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ പറയണം, എന്റെ വാപ്പ നല്ലവനായിരുന്നു, എന്റെ ഉമ്മ നല്ലവനായിരുന്നു എന്ന്.